الحمد لله رب العالمين. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന്, ജീവിതത്തിൽ തഖ്വ പുലർത്തണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വർഷത്തെ ഹജ്ജ് സീസൺ വിട പറയുകയാണ്. ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് ലക്ഷ്യം വെച്ച് പരിശുദ്ധ മക്കയിലേക്ക് എത്തിച്ചേരുകയും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. അതടക്കം കഴിഞ്ഞ 1435 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി അവസാന കാലം വരെ നടക്കാനിരിക്കുന്നതുമായ ഹജ്ജ് കർമ്മം ഹിജ്റ 10-ാം വർഷത്തിൽ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള, പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹജ്ജാണ്. ഹിജറ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള ആ ഹജ്ജിന് ഹജ്ജത്തുൽ ബലാഗ്, ഹജ്ജത്തുൽ ഇസ്ലാം എന്നൊക്കെയുള്ള പേരുകളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രശസ്തമായ പേര് ഹജ്ജത്തുൽ വിദാ എന്നതാണ്, അഥവാ വിടവാങ്ങൽ ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ആവർത്തിച്ച് തന്റെ ഈ ലോകത്തു നിന്നുള്ള വിടവാങ്ങലിനെ കുറിച്ച് സൂചനകൾ നൽകുകയും ദുൽഹജ്ജ് മാസത്തിന് ശേഷം ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തിയതിനു ശേഷം വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സീറാ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ റസൂലിന്റെ ഹജ്ജിനെ കുറിച്ചുള്ള, ഹജ്ജത്തുൽ വിദാഇനെ കുറിച്ചുള്ള ചരിത്രം പറയുന്നതിന് ശേഷം പിന്നീട് സീറാ ഗ്രന്ഥങ്ങളിൽ വരുന്ന ഭാഗം മറദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ രോഗബാധയും അതിനെ തുടർന്നുണ്ടായ റസൂലിന്റെ വഫാത്തും എന്ന പേരിലാണ്. വളരെ വിഖ്യാതമായ, ആധുനികമായി രചിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർ അലി സല്ലാബിയുടെ അസ്സീറത്തുൻ നബവിയ്യ എന്ന പേരിലുള്ള 2 വാള്യങ്ങളിലുള്ള സീറാ ഗ്രന്ഥത്തിൽ ഹജ്ജത്തുൽ വദാഇനെ കുറിച്ചുള്ള അധ്യായത്തിന് ശേഷം ഈ പേരിലുള്ള അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ തുടക്കത്തിലുള്ള കാര്യം അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇന്നൽ അർവാഹ ത്വാഹിറ ഇന്നൽ അർവാഹ സ്വാഫിയൽ ഖവിയ്യ ലതുദ്രികു ബഅദ മാ യകൂനു മഹ്ബൂഅൻ വറാഅ ഹുജുബിൽ ഗൈബി ബിഖുദ്റത്തില്ലാഹ്. കരുത്തും പരിശുദ്ധിയുമുള്ള ആത്മാക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഗൈബിന്റെ അഥവാ അദൃശ്യത്തിന്റെ മറക്ക് പിന്നിൽ ഒളിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ചിലതൊക്കെ തിരിച്ചറിയും. വൽ ഖുലൂബ ത്വാഹിറത്തൽ മുത്മഇന്ന ലതുഹദ്ദിസു സാഹിബഹാ ബിമാ അസാ അൻ യഹ്ദുസ ലഹു ഫീമാ യസ്തഖ്ബിലു മിനസ് സമാൻ. അതുപോലെ തന്നെ സമാധാനം പുൽകിയ ശുദ്ധഹൃദയം അതിന്റെ ഉടമയോട് തൊട്ടടുത്ത് വരാനിരിക്കുന്ന നിമിഷങ്ങളിൽ, സമയങ്ങളിൽ തനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കും. വൽ ഉഖൂലു ദകിയ്യൽ മുസ്തനീറ ബിനൂറിൽ ഈമാൻ ലതുദ്രികു മാ വറാഅൽ അൽഫാളി വൽ അഹ്ദാഥി മിൻ ഇഷാറാത്ത്. അതുപോലെ തന്നെ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് വഴി നടക്കുന്ന വിവേകമുള്ള ബുദ്ധി കൺമുന്നിലെ സംഭവങ്ങളിൽ നിന്നും സൂചനകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ ചില അടയാളങ്ങളിൽ നിന്ന്, ചില ആയത്തുകളിൽ നിന്ന് തന്റെ മരണത്തെ, തന്റെ അവധി അടുത്തതിനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ മനസ്സിലാക്കുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചിലരോട് പങ്കുവെക്കുകയും റസൂലിന്റെ സംസാരങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുടെ അവതരണത്തിൽ നിന്നും പ്രമുഖരായ സ്വഹാബിമാർ ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഹജ്ജിന്റെ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൂ അന്നി മനാസികക്കും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ സൂക്ഷ്മമായി പഠിക്കുക, സ്വീകരിക്കുക.
ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയില്ല എന്ന് വന്നേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ആവർത്തിച്ച് സഹാബികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം മുൻകൂട്ടിയുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്തരം സൂചനകളിൽ ഒന്നാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള സൂറത്തുൽ അംബിയായിലെ 2 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പറയുന്ന കാര്യം താങ്കൾ മരിച്ചു പോകും എന്ന കാര്യമാണ്. റസൂലിനോട് താങ്കൾ മരിക്കുമെന്നും താങ്കളടക്കം ഒരാൾക്കും ഈ ഭൂമിയിൽ നശ്വരത വിധിക്കപ്പെട്ടിട്ടില്ല എന്നും, അങ്ങനെ താങ്കൾ തന്നെ മരിച്ചു പോകുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരിൽ ആരെങ്കിലും ശാശ്വതമായി ഈ ഭൂമിയിൽ ജീവിക്കുമോ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതിനെ തുടർന്ന് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും എല്ലാ മനുഷ്യനും മരണം രുചിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം അള്ളാഹു പ്രഖ്യാപിക്കുകയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ അടയാളമായി ഏറ്റവും അവസാനം വന്നിട്ടുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ഹജ്ജിന്റെ ഭാഗമായി അമലുകൾ നിർവഹിക്കുന്നതിനിടയിൽ അറഫ പ്രഭാഷണം നിർവഹിച്ച പ്രവാചകന്റെ മുമ്പിലേക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിച്ചതാണ്. ഇന്നത്തോടുകൂടി നാം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് മേലുള്ള എന്റെ അനുഗ്രഹത്തെ ഞാൻ ഇതോടുകൂടി സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഈ ദീനിനെ എനിക്ക് തൃപ്തിപ്പെട്ട ഒരു ദീനായി ഞാൻ നിങ്ങൾക്കിതാ കൈമാറിയിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആയത്താണ്. ആ ആയത്ത് അവതരിച്ചതോടുകൂടി, അത് റസൂലിൽ നിന്ന് ഓതിക്കേട്ടതോടുകൂടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധാരാളക്കണക്കായ സഹാബികൾക്കിടയിൽ നിന്ന് കരഞ്ഞുവെന്നാണ്. ആളുകൾ അദ്ദേഹത്തോട് കാരണമന്വേഷിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നതെന്ന്. ഈ ആയത്ത് പ്രത്യക്ഷത്തിൽ വളരെ സന്തോഷകരമായ പ്രഖ്യാപനമാണ്. ദീൻ പൂർത്തിയായിരിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമായി ലഭിച്ചിരിക്കുന്നു എന്ന പ്രത്യക്ഷത്തിൽ വളരെ സന്തോഷകരമായ പ്രസ്താവനയാണ് വരുന്നത്. അതിനെന്തിന് താങ്കൾ കരയണം എന്ന് ചോദിച്ചു. ഉമറിന്റെ മറുപടി, ഇന്നഹു ലൈസ ബഅദൽ കലാമി ഇല്ലൻ നഖ്സ്, പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറവ് സംഭവിക്കുകയല്ലാതെ മറ്റൊന്നും വരാനില്ല എന്നതാണ്. ഈ ദീന് പൂർണ്ണമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ദൗത്യം പൂർണ്ണമായിരിക്കുന്നു എന്നതാണ്. പൂർത്തിയായാൽ പിന്നെ കുറവാണ് സംഭവിക്കാനുള്ളത്. ആ കുറവ് എനിക്കനുഭവപ്പെടുന്നത് ഇത് റസൂലിന്റെ മരണത്തെക്കുറിച്ചുള്ള, വിയോഗത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണെന്നാണ് എന്ന് പറഞ്ഞാണ് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഹജ്ജിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, ഇത്തരം സൂചനകളൊക്കെ റസൂലിനും റസൂലിന്റെ കുടുംബത്തിനും റസൂലിന്റെ ഉറ്റവർക്കും ഉടയവർക്കും റസൂലിന്റെ സഹാബത്തിനും എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, റസൂലിന്റെ മരണം ആകസ്മികമായ ഒരു മരണമായിരുന്നില്ല. മറിച്ച് മദീനയിലെത്തിയതിനു ശേഷം രോഗബാധിതനാവുകയും അങ്ങനെ ഏതാനും നാളുകൾ ആ രോഗത്തിനടിപ്പെട്ട് ശയ്യാവലംബിയാവുകയും ചെയ്തതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമുണ്ടാകുന്നത്. അങ്ങനെ റസൂല് രോഗക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ റസൂലിന്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വകാര്യമായി, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്ന് വളരെ സ്വകാര്യമായി അടക്കം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് റസൂല് വീണ്ടും ആയിഷയോട് അടക്കം പറഞ്ഞു. ആ അടക്കം പറച്ചിൽ കേട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അടക്കം പറഞ്ഞു. അത് കേട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവിടെ നിന്നിറങ്ങുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് വളരെ ആകാംക്ഷയോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ, നീ എന്തിനാണ് റസൂൽ ആദ്യം സ്വകാര്യം പറഞ്ഞപ്പോൾ ചിരിക്കുകയും കരയുകയും പിന്നീട് അടക്കം പറഞ്ഞപ്പോൾ കരയുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ മറുപടി, മാ കുന്തു ലി ഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വകാര്യം വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പ്രതികരിക്കുകയാണ് ചെയ്തത്. പക്ഷേ റസൂലിന്റെ വഫാത്തിന് ശേഷം വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ ആ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ആ സ്വകാര്യ നിമിഷങ്ങളിൽ റസൂൽ എന്തൊക്കെയാണ് പറഞ്ഞത്, അതിലൊന്നാമത്തത് റസൂലിന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയായിരുന്നുവെന്നും രണ്ടാമത്തത് താൻ മുഅ്മിനുകളുടെ നേതാവാകുമെന്ന സന്തോഷ വാർത്തയുമായിരുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പങ്കുവച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മരണം ഒരു അനിവാര്യമായ യാഥാർത്ഥ്യമാണ് എന്നറിഞ്ഞിട്ടും മുൻകൂട്ടിയുള്ള സൂചനകൾ പലതും ലഭിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഒരു ആകസ്മിക മരണമായിരുന്നില്ല എന്നിരുന്നിട്ടും റസൂലിന്റെ വഫാത്ത് റസൂലിന്റെ ഉറ്റവരിൽ ഉടയവരിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിന്റെ തെളിവുകൾ ധാരാളമുണ്ട്. റസൂലിന്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിനെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ചു വരുന്ന സംഘത്തിൽപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, കൈഫ താബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി തുറാബ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടാൻ തോന്നിയത്, അതിനെങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചത് എന്ന വളരെ വൈകാരികമായ ചോദ്യം ഒരു ഉപ്പയോടുള്ള അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഒരാത്മബന്ധത്തിന്റെ നിറവിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇത് മനുഷ്യബന്ധങ്ങളുടെ ഗാഢതയും സൗന്ദര്യവും പ്രകടമാക്കുന്ന ഒരു സന്ദർഭമാണ് ചരിത്രത്തിലത്. പ്രത്യേകിച്ചും ആ മനുഷ്യബന്ധങ്ങൾ ആദർശാധിഷ്ഠിതം കൂടിയാണെങ്കിൽ അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, അതേത് തരം ബന്ധങ്ങളാണെങ്കിലും പ്രത്യേകിച്ചും അതിലെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഗാഢതയും അതിന്റെ സൗന്ദര്യവും പ്രകടമാകുന്ന സന്ദർഭങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിത്തീരും. അത്തരത്തിലുള്ള മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തെ കേവലമായ ഭൗതിക വ്യാഖ്യാനത്തിനും ഭൗതികമായ ലാഭനഷ്ടങ്ങളുടെ യുക്തിക്കും വഴങ്ങാത്ത ബന്ധമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഭൗതികമായ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബന്ധത്തിന്റെ ഗാഢതയും അതിന്റെ പ്രാധാന്യവും പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകാറുണ്ട്. പക്ഷേ മരണത്തിലൂടെ വേർപാട് സംഭവിക്കുമ്പോൾ മാതാവിനും പിതാവിനും മക്കൾക്കുമിടയിൽ മരണം വഴി ആ വേർപാട് സംഭവിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ഗാഢതയും അതിന്റെ സൗന്ദര്യവും അതിന്റെ ശക്തിയും പ്രകടമാകും എന്നതുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. റസൂൽ വഫാത്തായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് അതാണ്. മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു നടത്തിയ പ്രാർത്ഥനയിൽ നിന്ന്, റസൂലിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ബന്ധത്തിന്റെ ഗാഢതയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹജ്ജിനെ കുറിച്ച് ഓർക്കുമ്പോൾ, സഅയിനെ കുറിച്ച് പറയുമ്പോൾ ഹാജറും ഇസ്മായിലും തമ്മിലുണ്ടായിരുന്ന, മാതാവും സന്താനവും തമ്മിലുണ്ടായിരുന്ന ഗാഢമായ ശക്തമായ ബന്ധത്തിന്റെ തീവ്രതയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ അള്ളാഹു ഏറ്റെടുക്കുകയും ലോക ജനതയ്ക്ക് കൈമാറുകയും ചെയ്തു എന്നതാണ് കാലാകാലത്തേക്ക് ഹജ്ജിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കർമ്മമായി സഅയ് മാറി എന്നതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്നലെ നടന്ന ഒരു മരണമുണ്ട്. അത് ബഹുമാന്യനായ സലീം മമ്പാട് സാഹിബിന്റെ ചെറിയ മകൾ
അസീസ ഹനാനിന്റെ മരണമാണ്. 13 വർഷക്കാലം ജീവിച്ച അത്രയും കാലം സ്വന്തമായി സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്നതൊന്നും ചെയ്യാൻ കഴിയാതെ ഡിസേബിൾഡായാണ് ആ കുട്ടി ജീവിച്ചത്. പക്ഷേ ആ കുട്ടിയുമായിട്ട് അവളുടെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും ഉണ്ടായിരുന്ന ബന്ധം വളരെ ഗാഢമായിരുന്നു. സലീം സാഹിബ് ഒരിക്കൽ അത് പങ്കുവച്ചിട്ടുണ്ട്. എന്റെ മറ്റു മക്കൾ എന്നെ ഉപ്പയെന്ന് വിളിക്കുമ്പോൾ അത് സ്ഥിരം വിളിക്കുന്ന വിളിയാണ്. എനിക്കതിൽ ഒരതിർപ്പവും തോന്നിയിരുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അവസാനത്തെ ചെറിയ മകളായാണ് ഈ കുട്ടി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആദ്യം മറ്റു മക്കൾ ഉണ്ടാവുകയും അവര് സാധാരണ കുട്ടികളെ പോലെ ഉപ്പയോട് സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുകയും ഉപ്പയെന്ന് വിളിക്കുകയും ചെയ്യുന്നതിൽ അതിങ്ങനെ ശീലമായി കഴിഞ്ഞതിന് ശേഷം അതിലെന്തോ ഒരു വലിയ അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഈ ചെറിയ മകൾ സംസാരശേഷിയില്ലാതെ, ഒരു വേള വേണ്ടത്ര ചലനശേഷിയില്ലാതെ ജീവിക്കേണ്ടി വന്ന ആ മകൾ ജീവിതത്തിന്റെ അപൂർവം ചില സന്ദർഭങ്ങളിൽ അവൾ ഉപ്പയെന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഉമ്മയെന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ ജീവിതത്തിൽ വളരെ അപൂർവമായി നടത്തിയ ആ ശ്രമങ്ങൾ പോലും ഒരു ഉപ്പയെന്ന നിലക്ക് എനിക്ക് നൽകിയ നിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്നത് സലീം സാഹിബ് പങ്കുവച്ചിട്ടുണ്ട്. അതാ ബന്ധത്തിന്റെ തീവ്രതയാണ്, അതാ ബന്ധത്തിന്റെ ഗാഢതയാണ്. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് ഈ തീവ്രതയെ നമുക്ക് അളക്കാൻ കഴിയില്ല, ഈ സൗന്ദര്യത്തെ നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യബന്ധങ്ങളിലെ ഈ സൗന്ദര്യമാണ് യഥാർത്ഥത്തിലുള്ള ജീവിത സൗന്ദര്യം എന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ആ സൗന്ദര്യത്തെ കാണാനുള്ള നമ്മുടെ കഴിവ് നമ്മുടെ ആത്മീയതയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഭൗതികമായ ലാഭനഷ്ടങ്ങൾ, ഭൗതികമായി എന്തൊക്കെ ഉപകാരം കിട്ടും, എന്തൊക്കെ ഉപദ്രവം ഉണ്ടാകും എന്നത് മാത്രം പരിഗണിച്ച് കാര്യങ്ങളെ വിലയിരുത്തിയാൽ ഈ ബന്ധങ്ങളുടെ സൗന്ദര്യങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ പോകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ സലീം സാഹിബിനെ പോലെയുള്ള രക്ഷിതാക്കൾ ധാരാളമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത്തരം കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടവർ ആ കാര്യം അറിയുകയും ആ കുട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു, സദാസമയവും പരിചരണം ആവശ്യമുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും സദാസമയവും ആ കുട്ടിക്ക് ചുറ്റും പരിചരണവുമായി കെട്ടിക്കൊടുങ്ങിയിട്ടാണ് ഇത്രയും കാലം ജീവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ വിലയിരുത്തുമ്പോൾ ഈ മരണം സംഭവിച്ചതോടുകൂടി അതവർക്ക് വലിയ ഒരാശ്വാസമായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. പക്ഷേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, സലീം സാഹിബിന്റെയും ആ കുട്ടിയുടെ മാതാവിന്റെയും സഹോദരിമാരുടെയും മാനസിക നില അതായിരിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. മറിച്ച് ഏതൊരാൾ ജീവിതത്തിൽ മരണം വഴി വേർപെട്ടു പോകുമ്പോഴും ഉണ്ടാകുന്നതിനേക്കാൾ തീവ്രമായ സങ്കടവും ദുഃഖവും അവരനുഭവിക്കുന്നുണ്ടാകും. ഈമാൻ കൊണ്ട്, സ്വബർ കൊണ്ട് മാത്രമായിരിക്കും അവരതിനെ അതിജയിക്കുന്നത് എന്നാണ് ന്യായമായും നമ്മൾ കരുതുന്നത്. ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ നമ്മളിലേക്ക് പല അനിഷ്ടങ്ങളും കടന്നു വരും. ഭൗതികമായി എന്തൊക്കെ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ ഉപകാരമുണ്ടാകും, എന്തൊക്കെ ഉപദ്രവമുണ്ടാകും എന്നാലോചിച്ച് മാത്രം കാര്യങ്ങളെ നിരീക്ഷിക്കാൻ നമ്മൾ മെനക്കെട്ടാൽ നമുക്കിടയിൽ ഗാമോഫോബിയ ഒരു രോഗമായി വളർന്നു വരും, പെഡോഫോബിയ ഒരു രോഗമായി വളർന്നു വരും. നമ്മുടെ സമൂഹത്തിൽ അത് വ്യാപിച്ചതിനെ കുറിച്ചുള്ള പഠനങ്ങളും സർവേകളും റിപ്പോർട്ടുകളുമാണ് തൊട്ടടുത്ത ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹത്തോട് താല്പര്യമില്ല. കാരണം ഉത്തരവാദിത്തങ്ങൾ വരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച്, ലാഭമില്ലാത്ത നഷ്ടങ്ങൾ ഏൽക്കേണ്ടി വരുന്ന, ഉപകാരം അല്ലാതെ ഉപദ്രവമേൽക്കേണ്ടി വരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് താല്പര്യമില്ല, അതിലവർക്ക് പേടിയാണ് എന്ന് വന്നിരിക്കുന്നു.
വിവാഹത്തിൽ താല്പര്യമുള്ളവർക്ക് തന്നെ പ്രസവിക്കാൻ താല്പര്യമില്ല, കുട്ടികളെ വളർത്താൻ താല്പര്യമില്ല, കുട്ടികളുടെ ചെലവ് വഹിക്കാൻ ആണുങ്ങൾക്ക് താല്പര്യമില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ഭൗതികമായി മാത്രം ആത്മീയതയുടെ ഒരു സുഖം അനുഭവിക്കാൻ കഴിയാതെ, അങ്ങനെ കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയാതെ, ജീവിതത്തിന്റെ ഒരു വൈകാരിക തലത്തെ യഥാവിധി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ദുരന്തമാണിത്. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ആ ആത്മീയതയിലാണ്, ആ വൈകാരികതയിലാണ്, ഈ ബന്ധങ്ങളുടെ ഊഷ്മളതയിലാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുകയും എല്ലാവർക്കും ആ അനുഭവങ്ങൾ കൈമാറുകയും ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ പ്രവണത വർദ്ധിച്ചാൽ അത് നേർക്കുനേരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ മനുഷ്യവംശത്തിന്റെ നാശത്തിലേക്കാണ് അത് കൊണ്ടെത്തിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ചില മരണങ്ങൾ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന, ആ ഹജ്ജിന് ശേഷം സംഭവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, ഇതൊക്കെയും മനുഷ്യബന്ധങ്ങളുടെ, പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളുടെ, അതിൽ തന്നെയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യവും അതിന്റെ യഥാർത്ഥത്തിലുള്ള ആസ്വാദ്യതയും എന്താണ്, അതിന്റെ വൈകാരിക തലം, അതിന്റെ ആത്മീയ തലം എത്രമാത്രം സൗന്ദര്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കൽ വളരെ അനിവാര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭൗതികതയിൽ നമ്മെ കെട്ടി കുടുക്കിയിടാതെ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക്, ആത്മീയതയും മനസ്സിന്റെ ഹൃദയങ്ങളുടെ വൈകാരികതയുമൊക്കെ ഊഷ്മളമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം വരുന്ന, ആ ബന്ധങ്ങൾ നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ടി ആരെടുക്കുന്ന റിസ്ക്കും വലിയ അളവിൽ വിലമതിക്കപ്പെടുന്ന ത്യാഗങ്ങളാണ്, വലിയ അളവിൽ വിലമതിക്കപ്പെടുന്ന ജിഹാദാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഇസ്ലാമിക ബോധം നമുക്കുണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നമുക്ക് കരുത്തുണ്ടാവട്ടെ, അതിനുള്ള വിവരം നമുക്കുണ്ടാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم أعز الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين.
اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المستضعفين المظلومين في فلسطين اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا اللهم انصرهم على أعدائك أعدائهم أجمعين اللهم إن أعداءهم قد طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.